പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 45 വാക്യം വായിക്കാം. ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്യാത്തിടത്തോളം എല്ലാം എനിക്ക് ആകുന്നു ചെയ്യാത്തത് എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം അരുളും. ദൈവമക്കളെ, യേശു കർത്താവ് തന്റെ വാമൊഴിയായി പറയുകയാണ്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്യാത്തിടത്തോളം എനിക്കാകുന്നു ചെയ്യാത്തത് എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് യേശു പറയുകയാണ്. യേശു പറയുകയാണ്, എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരുകയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരുകയോ ചെയ്തു? ഞങ്ങൾ എപ്പോഴും നിന്നെ അതിഥിയായി കണ്ടു ചേർത്തുകൊണ്ടു എന്ന് ചോദിക്കുകയാണ്. അതിന് യേശു കർത്താവ് ഉത്തരം പറഞ്ഞത്, ഈ ഏറ്റവും ചെറിയവനോട് നിങ്ങൾ ചെയ്തത് എല്ലാം എനിക്കാണ് ചെയ്തത്. എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നില്ല, അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല, നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, രോഗിയും തടവിലുമായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ യേശു കർത്താവ് നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് നമ്മെ വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. കോലാടുകളെയും ചെമ്മരിയാടുകളെയും ദൈവം വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം ദൈവം പറയുന്നു, ഹല്ലേലൂയ, ചെമ്മരിയാടുകളെ വലത്തും കോലാടുകളെ ഇടത്തും മായി ദൈവം വേർതിരിക്കുന്നു. നമ്മുടെ പ്രവൃത്തിക്ക് ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്കനുസരിച്ച് ദൈവം പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം നമ്മുടെ ന്യായവിധിയെ പറ്റിയാണ് യേശു കർത്താവ് ഇവിടെ നമ്മെ ഓർപ്പെടുത്തിക്കുന്നത്. സ്വർഗമുണ്ട്, പാതാളമുണ്ട്. ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ഒരു ന്യായവിധിയുണ്ട്. വിശുദ്ധ ബൈബിൾ തുറന്നു വയ്ക്കും, നമ്മുടെ പ്രവൃത്തിയുടെ പുസ്തകങ്ങളെ തുറന്നു വയ്ക്കും. നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് ദൈവം നമുക്ക് ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മോട് പറയുകയാണ്, നമുക്ക് ന്യായവിധി ഉണ്ട്. അതുകൊണ്ട് ഭയത്തോടെ ഈ ലോക ജീവിതം നയിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. വിശ്വാസം, പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാണ്. നമുക്ക് നമ്മുടെ പ്രവൃത്തി നിർജീവമായി പോകും എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതിൽ പ്രവൃത്തി ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എന്താണ്? അങ്ങനെ വിശ്വാസം പ്രവൃത്തികളില്ലാത്തതിനാൽ സ്വതവേ നിർജീവമാകുന്നു. ഒരുത്തരും നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികൾ ഉണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക. ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവൻ ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രവൃത്തിയില്ലെങ്കിൽ ആ വിശ്വാസം എന്താണ്? നിഷ്ഫലമാണ്, അതിന് പ്രയോജനമില്ല. നമുക്ക് വിശ്വാസം വേണം. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ പ്രവൃത്തിയും കൂടി നമുക്ക് ആവശ്യമാണെന്ന് അപ്പോസ്തലനായ ജെയിംസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് എന്താണ് ആവശ്യം? പ്രവൃത്തി വേണം. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യണം. ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതിയപ്പോൾ ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നമ്മൾ നന്മ ചെയ്യണം. ആർക്ക്? എല്ലാവർക്കും നന്മ ചെയ്യണം. വിശേഷാൽ
നമ്മുടെ സഹവിശ്വാസികൾക്ക് വിശേഷാൽ സഹവിശ്വാസികൾക്കും നമ്മൾ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. അങ്ങനെ നമ്മൾ നന്മ ചെയ്യണം എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം. എളിയവനോട് നീ കൃപ കാണിക്കണം. അങ്ങനെ എളിയവനോട് നീ കൃപ കാണിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ, എളിയവനോ യഹോവയ്ക്ക് വായ്പ കൊടുക്കുകയാണ്. അത് യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നത് പോലെയാണ് നമ്മൾ എളിയവനോട് നമ്മൾ കൃപ കാണിക്കുന്നു എങ്കിൽ. അതുകൊണ്ട് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ യഹോവയോട് എളിയവരോട് നമ്മൾ എന്ത് ചെയ്യണം? കൃപ കാണിക്കണം. അപ്പോൾ നമ്മൾ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതും അല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. ഇത് യെശയ്യാ പ്രവചനത്തിൽ പറയുകയാണ്. ഹല്ലേലൂയ, യെശയ്യാ പ്രവചനത്തില് പറയുകയാണ്, വിശപ്പുള്ളവനാ നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നത്. നമുക്ക് ഒരു വിശന്ന ഒരു മനുഷ്യനെ കണ്ടാൽ നമ്മുടെ അപ്പം എടുത്ത് അവനെ നുറുക്കിക്കൊടുക്കും. നാം അവന് അപ്പനായി തീരുക. അലഞ്ഞു കിടക്കുന്ന സാധുക്കളെ വീട്ടിൽ ചേർത്തുകൊള്ളുക. നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുക. അങ്ങനെ ദൈവത്തെ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഉപകാരം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യണം എന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഒരു വിശ്വാസിക്ക് ആവശ്യം. വിശ്വാസം വേണം. അതിനുശേഷം എന്താണ് വേണ്ടത്? പ്രവൃത്തിയാണ് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് നിർജീവമാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രവൃത്തി വേണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പ്രവൃത്തി വേണമെന്ന് ദൈവം. ഒരു ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയ വരിയില് ഒരുത്തന് ഒരു പാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നതിന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ ദൈവം പറയുകയാണ്, ശിഷ്യൻ എന്ന് വെച്ച് അവനൊരു തണ്ണീർ ഒരു പാത്രം വെള്ളം നീ കുടിക്കുവാൻ കൊടുത്താൽ അവൻ എന്ത് കിട്ടാതെ പോവുകയില്ല? പ്രതിഫലം കിട്ടാതെ പോവുകയില്ല. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ വിശ്വാസം മാത്രം പോരാ, വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നത് പ്രവൃത്തിയാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾക്ക് പ്രവൃത്തി വേണമെന്ന് യേശു കർത്താവ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. മത്തായി സുവിശേഷം 25 45 വാക്യത്തിൽ യേശു പറയുകയാണ്, അവൻ അവരോട്, ഏറ്റവും ചെറിയ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എനിക്കാകുന്നു ചെയ്യാത്തത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ യേശു കർത്താവ് മാമൊഴിയായി പറയുകയാണ്, ഞാൻ 2 വിഭാഗം ജനങ്ങളെ ഇവിടെ കാണിക്കുകയാണ്. ഒന്ന്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. അതിഥിയായിരുന്നു, നിങ്ങൾ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. അത് ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗത്തെ പറയുന്നു, എനിക്ക് 42 മുതൽ പറയുകയാണ്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. തരാത്ത ഒരു വിഭാഗം. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങളെ ഉടുപ്പിച്ചില്ല. 2 വിഭാഗം ജനത്തെ യേശു കർത്താവ് ഇവിടെ വരച്ചു കാണിക്കുകയാണ്. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ ആയി എപ്പോൾ കണ്ടു എന്ന് ചോദിക്കുകയാണ്. യേശു കർത്താവ്, ഈ ചെറിയ ഒരുവന് നിങ്ങൾ ചെയ്യാത്തിടത്തോളം എനിക്കാകുന്നു ചെയ്യാത്തത് എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവർ നിത്യദണ്ഡനത്തിൽ എവിടെയെന്ന് അവരെ നിത്യദണ്ഡനത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഹല്ലേലൂയ. അവിടെ നമ്മുടെ നിത്യ ന്യായവിധിയെ പറ്റിയാണ് യേശു കർത്താവ് അവിടെ നമ്മെ ഓർപ്പെടുത്തുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യാത്ത മനുഷ്യനെ നിത്യദണ്ഡനത്തിലേക്ക്, അതായത് പാതാളത്തിന്റെ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. കോലാടുകളെയും ചെമ്മരിയാടുകളെയും വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അങ്ങനെ വേർതിരിക്കുമ്പോൾ
അങ്ങനെ ദൈവം നമ്മെ വേർതിരിക്കുമ്പോൾ ഹല്ലേലൂയ, വലത്തുഭാഗത്ത് ചെമ്മരിയാട്, ഇടത്തുഭാഗത്ത് കോലാടുകളുമായി നമ്മെ വേർതിരിക്കുമ്പോൾ നാമേ ദൈവം തൂക്കി നോക്കുമ്പോൾ നാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുമോ എന്നാണ് ദൈവം നമ്മെ നോക്കുന്നത്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.